ബേസിക് ഇംഗ്ലീഷിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബേസിക് ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടു എന്ന പ്രപ്പോസിഷൻ. ഇംഗ്ലീഷ് വാചകങ്ങളിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ടു എന്ന ഈ വാക്ക് എങ്ങനെ, എവിടെ, എപ്പോൾ പ്രയോഗിക്കണം എന്നതിനെക്കുറിച്ച് ലളിതമായി പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയിൽ. വാക്കുകളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന പ്രപ്പോസിഷൻ എന്ന വിഭാഗത്തിൽപ്പെട്ട ഈ വാക്കിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്ഷൻ അഥവാ ദിശ സൂചിപ്പിക്കലാണ് ടു എന്ന വാക്കിന്റെ പ്രധാന ധർമ്മം. രണ്ട് ഉദാഹരണങ്ങൾ നോക്കുക. ഐ ആം ഗോയിങ് ടു ദ പാർക്ക്. ഞാൻ പാർക്കിലേക്ക് പോകുകയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഷീ ട്രാവൽ ടു പാരീസ്. അവൾ പാരീസിലേക്ക് പോയി. ഇവിടെ ടു ദ പാർക്ക് എന്നാൽ പാർക്കിലേക്ക് എന്നർത്ഥം. ടു പാരീസ് എന്നാൽ പാരീസിലേക്ക്, ഒരു സ്ഥലത്തേക്ക്, ഒരു ദിശയിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ കൂടെ ടു ചേർക്കുന്നു. ടു മാർക്കറ്റ്, മാർക്കറ്റിലേക്ക്. ടു എറണാകുളം, എറണാകുളത്തേക്ക് എന്നൊക്കെ പറയാം. രണ്ടാമത്തെ ധർമ്മമാണ് ഷോ ദ റെസിപ്പിയൻ്റ് ഓഫ് ആക്ഷൻ. നേരത്തെ പറഞ്ഞ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു എന്നതിൻ്റെ തുടർച്ചയാണ് ഇതും. ഒരു ആക്ഷൻ എന്തിലേക്കാണ് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ് എത്തുന്നത്, അല്ലെങ്കിൽ ആക്ഷൻ സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് ആരാണ് എന്നെല്ലാം ടു ചേർത്ത് സൂചിപ്പിക്കാം. രണ്ട് എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഐ ഗേവ് എ ഗിഫ്റ്റ് ടു മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിന് ഒരു ഗിഫ്റ്റ് നൽകി. ഇതിൽ ടു ഫ്രണ്ട് എന്നാൽ സുഹൃത്തിനെ, സുഹൃത്തിലേക്ക് എന്നൊക്കെ അർത്ഥം. ഗിഫ്റ്റ് നൽകി എന്ന ആക്ഷൻ സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് മൂവ് ചെയ്ത ഡയറക്ഷൻ സുഹൃത്തിലേക്കാണ് എന്ന് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ഷീ സെൻഡ് എൻ ഇമെയിൽ ടു ഹെർ ബോസ്. അവൾ ബോസിന് ഇമെയിൽ അയച്ചു. ടു ഹെർ ബോസ്, അവളുടെ ബോസിനെ എന്നർത്ഥം പറയാം. ഇവിടെ ആക്ഷൻ ഹെർ ബോസ് എന്ന ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇമെയിൽ കിട്ടിയ റെസിപ്പിയൻ്റ് ഹെർ ബോസ് ആണ്. ഈ രണ്ട് യൂസേജിൽ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പത്തിലൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒരു ഡയറക്ഷനിലേക്ക്, ഒരു ദിശയിലേക്ക് എന്നൊക്കെ സൂചിപ്പിക്കുവാൻ അതിൻ്റെ കൂടെ ടു ചേർക്കുന്നു. കമ്പയർ ചെയ്യുന്നതിനാണ് അടുത്തതായി ടു പ്രയോഗിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഒരേപോലെയാണ് എന്ന് പറയുന്നതിനും, അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുന്നതിനും ടു പ്രയോഗിക്കുന്നു. രണ്ട് എക്സാമ്പിൾസ് നോക്കുക. ഹെർ വോയിസ് ഈസ് സിമിലർ ടു ആൻ ഏഞ്ചൽ. അവളുടെ ശബ്ദം മാലാഖയുടേതിന് തുല്യമാണ് എന്നർത്ഥം. സിമിലർ ടു ആൻ ഏഞ്ചൽ എന്നാൽ മാലാഖയുടേതിന് തുല്യം, മാലാഖയ്ക്ക് തുല്യം എന്നൊക്കെ മീനിങ് എടുക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ, ദിസ് കാർ ഈസ് ഫാസ്റ്റ് കമ്പയർഡ് ടു ദ പ്രീവിയസ് മോഡൽ. മുൻ മോഡലിനെ കമ്പയർ ചെയ്താൽ ഈ മോഡലാണ് ഫാസ്റ്റ് എന്നർത്ഥം. കമ്പയർഡ് ടു ദ പ്രീവിയസ് മോഡൽ, മുൻ മോഡലിന് താരതമ്യം ചെയ്താൽ എന്നർത്ഥം. രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തേതിൻ്റെ കൂടെ ടു ചേർക്കുക, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒരേപോലെയാണ് എന്ന് സൂചിപ്പിക്കേണ്ടി വരുമ്പോൾ രണ്ടാമത്തേതിൻ്റെ കൂടെ ടു വയ്ക്കുക. അടുത്ത യൂസേജ് ആണ് ഇൻഡിക്കേറ്റ് ടൈം. ഒരു പ്രത്യേക സമയം വരെ എന്ന് സൂചിപ്പിക്കുവാൻ ടു ഉപയോഗിക്കാം. രണ്ട് എക്സാമ്പിൾസ് നോക്കുക. ദ മീറ്റിംഗ് ഈസ് ഫ്രം 9 to 11 AM. മീറ്റിംഗ് 9 മുതൽ 11 വരെയാണ് എന്നർത്ഥം. ടു 11 AM എന്നാൽ 11 മണി വരെ എന്നർത്ഥം. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ സ്റ്റോർ ഈസ് ഓപ്പൺ ഫ്രം മൺഡേ ടു ഫ്രൈഡേ. ടു ഫ്രൈഡേ, വെള്ളിയാഴ്ച വരെ എന്നർത്ഥം. ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഡ്യൂറേഷൻ, അതായത് സമയപരിധി വ്യക്തമാക്കുവാൻ ടു ചേർത്ത് പ്രയോഗിക്കുന്നു. ഇനി അടുത്ത യൂസേജ് നോക്കാം. പർപ്പസ്, ഇൻറ്റൻഷൻ ഓർ ഗോൾ എന്നിവ പ്രകടിപ്പിക്കുവാൻ ടു ചേർത്ത് പ്രയോഗിക്കുന്നു. അതായത് ഉദ്ദേശം അല്ലെങ്കിൽ കാരണം ഇവയൊക്കെ സൂചിപ്പിക്കുവാൻ ടു ചേർത്ത് പറയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ടു ചേർത്ത് പ്രയോഗിക്കാം. എക്സാമ്പിൾസ് നോക്കുക. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ടു ഇംപ്രൂവ് മൈ കരിയർ. എൻ്റെ കരിയർ മെച്ചപ്പെടുത്താൻ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ടു ഇംപ്രൂവ്, മെച്ചപ്പെടുത്തുവാൻ, ഇംപ്രൂവ് ചെയ്യുവാൻ എന്നൊക്കെയാണ് അർത്ഥം ലഭിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഷീ റെഗുലർലി എക്സസൈസ് ടു ഗ്രോ മസിൽസ്. മസിൽ വളരുവാൻ അവൾ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്നു. ടു ഗ്രോ എന്ന് സൂചിപ്പിക്കുന്നത് വളരുവാൻ എന്നർത്ഥത്തിലാണ്. ഇനി വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു നോക്കുക. എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു? ടു ഇംപ്രൂവ് മൈ കരിയർ എന്നുത്തരം, അതായത് കരിയർ മെച്ചപ്പെടുത്തുവാൻ. എന്തുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നു? ടു ഗ്രോ മസിൽസ്, അതായത് മസിൽ വളരുവാൻ എന്നർത്ഥം. ഇത്തരത്തിൽ ഉദ്ദേശം വ്യക്തമാക്കുവാൻ അതിൻ്റെ കൂടെ ടു ചേർത്ത് പറയാം. ടു എന്ന പ്രപ്പോസിഷൻ്റെ കോമൺ ആയ ചില പ്രയോഗങ്ങൾ മാത്രമാണ് നാം മനസ്സിലാക്കിയത്. കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.